ഹായ് ഫ്രണ്ട്സ്, ബ്രൂസ്ലി പി എസിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഏവർക്കും വളരെയധികം സന്തോഷം നൽകുന്ന ചെറിയൊരു ന്യൂസുമായിട്ടാണ് നമ്മുടെ പി എസ് സിയുടെ ഭാഗത്ത് നിന്ന് പുതിയൊരു അപ്ഡേഷനായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇന്നലെയുള്ള ദിവസങ്ങളിലെല്ലാം നമ്മുടെ +2 പ്രിലിംസിൻ്റെ റിസൾട്ടുകളൊക്കെ നിറയെ വരികയുണ്ടായി. പ്രത്യേകിച്ച് ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ, എക്സൈസിൻ്റെയൊക്കെ റിസൾട്ട് ഇന്നലെയൊക്കെ പി എസ് സി പബ്ലിഷ് ചെയ്തിരുന്നു. ഇപ്പോൾ അതായത് ഇന്ന് നമ്മുടെ 10th പ്രിലിമിനറിയുടെ ഒരു എക്സാമിൻ്റെ 10th പ്രിലിംസിൻ്റെ എക്സാമിൻ്റെ റിസൾട്ടിൻ്റെ കുറച്ച് രജിസ്റ്റർ നമ്പർ കൂടി ആഡ് ഓൺ ചെയ്തിരിക്കുകയാണ് നമ്മുടെ പി എസ് സി. അതായത് നമ്മുടെ തൃശ്ശൂർ ജില്ലയുടെ വില്ലേജ് ഫീൽഡ് അസിസ്റ്റൻറ്റ് VFA നമ്മുടെ 10th പ്രിലിംസിൻ്റെ നടന്ന ഒരു മെയിൻ പോസ്റ്റായിരുന്നു തൃശ്ശൂർ ജില്ലയ്ക്ക് വേണ്ടിയുള്ള വില്ലേജ് ഫീൽഡ് അസിസ്റ്റൻറ്റ്. അപ്പോൾ അതിലേക്ക് ആ പ്രിലിമിൻ പാസ്സായവരുടെ കൂട്ടത്തിലേക്ക് വീണ്ടും കുറച്ച് രജിസ്റ്റർ നമ്പർ കൂടി ഏകദേശം 236ഓളം രജിസ്റ്റർ നമ്പറുകൾ പി എസ് സി വീണ്ടും എലിജിബിൾ ലിസ്റ്റിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. കാരണം ആദ്യമിട്ട ലിസ്റ്റിൽ ചിലപ്പോൾ ആൾ തികയില്ല എന്ന ഉദ്ദേശത്തോടെയായിരിക്കും പി എസ് സി വീണ്ടും ആഡ് ഓൺ ചെയ്തിരിക്കുന്നത്. ഇതൊരു നല്ലൊരു ലക്ഷ്യമായിട്ടാണ് കാണാൻ പറ്റുന്നത്. കാരണം പ്രിലിമിനറി കിട്ടാതെ പാസ്സാവാതെ ഇരിക്കുന്നവർക്ക് ചെറിയൊരു ആശ്വാസമാവുകയും അതുപോലെ അവർക്കൊരു ചാൻസുമായിരിക്കും ഇത്. അപ്പോൾ നോട്ടിഫിക്കേഷൻ നമുക്ക് എന്തോ നോക്കാം. കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ ഡിസ്ട്രിക്ട് ഓഫീസ് തൃശ്ശൂരാണ്. ഡേറ്റ് ഇട്ടിരിക്കുന്നത് 14/03/2023. സബ്ജക്റ്റ് വില്ലേജ് ഫീൽഡ് അസിസ്റ്റൻറ്റ് ഇൻ റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റ് ഇൻ തൃശ്ശൂർ ഡിസ്ട്രിക്ട്. കാറ്റഗറി നമ്പർ 368/21. കാറ്റഗറി നമ്പർ 368/2021. It's hereby notified that the following register numbers are additionally included in eligibility list for selection of the post of village field assistant in revenue department. Category number 368/21. അതായത് ഈ താഴെ കാണുന്ന കുറച്ച് രജിസ്റ്റർ നമ്പേഴ്സ് കൂടി അവർ ആഡ് ഓൺ ചെയ്തിട്ടുണ്ട്. അവരെല്ലാം തന്നെ പ്രിലിമിനറി പാസ്സായി VFAയുടെ ലിസ്റ്റിലേക്ക് അവർ ഇടം പിടിച്ചിട്ടുണ്ട്. ഇനി അവർക്ക് മെയിൻ എക്സാം എഴുതുന്നതായിരിക്കും. അപ്പോൾ ലിസ്റ്റിൽ പുതുതായി ആഡ് ചെയ്തിരിക്കുന്ന എല്ലാവർക്കും, പാസ്സായവർ എല്ലാവർക്കും ഒരു പ്രത്യേക അഭിനന്ദനങ്ങൾ. കാരണം നിങ്ങൾക്ക് ഭാഗ്യമുള്ളതുകൊണ്ടാണ് അവർക്ക് വീണ്ടും കിട്ടിയത്. അപ്പോൾ നല്ലൊരു അവസരമാണ് ചിലപ്പോൾ വരുന്നത്. അതുപോലെ തന്നെ നമ്മുടെ VFAയുടെ മെയിൻ എക്സാം മെയ് 11 മെയ് 11 VFAയുടെ മെയിൻ എക്സാം. അപ്പോൾ എല്ലാവരും പഠിക്കുക. ഓക്കെ, പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. ബൈ.